ഹലോ. ഒരു വിജയ് സിനിമ കാണുന്ന അതേ ആവേശത്തോടെയും അതിശയത്തോടെയുമാണ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായതും നമ്മൾ നോക്കിക്കണ്ടത്. ഒരു പാർട്ടി രൂപീകരിച്ച് കുറഞ്ഞ കാലയളവിൽ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വിജയിച്ച് സിനിമയെ വെല്ലുന്ന നാടകീയതകൾക്കൊടുവിൽ അദ്ദേഹം തികച്ചും ഹീറോയിക്കായി അധികാരമേറ്റു. ജോസഫ് വിജയ് എന്ന ഞാൻ ആ തുടക്കം തന്നെ ആരാധകരെ ആവേശം കൊള്ളിച്ചു. മുഖ്യമന്ത്രി ആയ ശേഷവും തികച്ചും ആവേശമുണർത്തുന്ന വാർത്തകളാണ് തമിഴ്നാട്ടിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. ലഹരി വിരുദ്ധ നിലപാടുകളും സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിഗണന കൊടുത്തുകൊണ്ടുള്ള നയങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ്. 1 രൂപയുടെ ഇഡലിയും 5 രൂപയുടെ ഊണും കൂടാതെ ഇപ്പോൾ തടവുപുള്ളികളുടെ ആഡംബര ഭക്ഷണം നിർത്തലാക്കി പകരം സ്കൂൾ കുട്ടികളുടെ ഭക്ഷണത്തിൽ കൂടുതൽ പോഷകങ്ങൾ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലുമാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലും അദ്ദേഹം സൂപ്പറാണെന്നോർത്ത് നമ്മൾ കൈയടിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സിനിമകളിലും പാവങ്ങൾക്ക് വേണ്ടിയാണല്ലോ അദ്ദേഹം നിലകൊണ്ടത്. തമിഴ്നാട്ടിൽ അഴിമതി കുറഞ്ഞുവെന്നും വിജയ് സർക്കാരിന്റെ കീഴിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്നും അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും പ്രതികരിക്കുന്നു. ഇപ്പോഴിതാ മറ്റൊരു സന്തോഷ വാർത്തയാണ് കേൾക്കുന്നത്. സംഗീതയും വിജയും വീണ്ടും ഒന്നിക്കുന്നു എന്ന അഭ്യൂഹങ്ങളാണ് വാർത്താമാധ്യമങ്ങളിൽ നിറയുന്നത്. മക്കൾക്കു വേണ്ടി വിജയുടെ അമ്മ ശോഭ സംഗീതയുമായി സംസാരിച്ചുവെന്നും കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കിയ ഇരുവരും ഒന്നിക്കുന്നുവെന്നുമാണ് പുറത്തുവരുന്ന വിവരം. വിജയുടെ പിറന്നാൾ ദിനമായ ജൂൺ 22-ന് സംഗീതയ്ക്കൊപ്പമുള്ള ഫോട്ടോകളും പ്രത്യക്ഷപ്പെടുമെന്നും പ്രചാരണങ്ങളുണ്ട്. മറ്റു കുടുംബാംഗങ്ങളും ഇരുവരെയും അനുരഞ്ജിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അമ്മയുടെയും മുതിർന്ന ബന്ധുക്കളുടെയും ഉപദേശത്തെ തുടർന്ന് ലണ്ടനിലുള്ള സംഗീത ചെന്നൈയിലെ നീലാങ്കര ഇല്ലത്തേക്ക് മടങ്ങിയെത്തിയെന്നും ഇരുവരും ഇപ്പോൾ ഒരേ വീട്ടിൽ ഒരുമിച്ച് സമയം ചിലവഴിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ വിജയിയോ സംഗീതയോ മറ്റു കുടുംബാംഗങ്ങളോ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മുമ്പ് അച്ഛൻ ചന്ദ്രശേഖറുമായുള്ള വിജയുടെ പിണക്കവും അമ്മ ശോഭ ഇടപെട്ടാണ് തീർത്തത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് അവർ ഒരുമിക്കട്ടെ. എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ ബൈ.